ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസയെ വിളിച്ചിട്ട് ആൻറ്റി നല്ലതുപോലെ ചീത്ത പറയാട്ടോ ചെയ്യുന്നത്. കാരണം നീ ഇവിടെ എന്നെ പോത്തുപോലെ കിടന്നുറങ്ങിക്കോ, അനിയൻകുട്ടൻ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ. എന്താണ് അങ്കിളിന് സംഭവിച്ചത്? ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. ആ ബാലഗോപാലനും അതുപോലെ സുമിത്രയും വന്നിട്ട് അവനെ അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ആ സമയം തന്നെ കൺമണി വന്നിട്ട് അവരെ അടിച്ചു ഒടിക്കുകയുണ്ടായത്. ഈ സംഭവങ്ങളൊക്കെ ഹോസ്പിറ്റലിലാണ് നടന്നത്. എന്നിട്ടും നിനക്കിതൊന്നും മനസ്സിലായില്ലേ മാനസി എന്ന് ചോദിക്കുന്നുണ്ട്. എന്തപ്പോൾ ചെയ്യാൻ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ആൻ്റിയമ്മ എന്ന് പറയുന്നു. ഇപ്പം അവൾ സ്കോർ ചെയ്തു, നീ പിന്നെയും മടിയിൽ പോയെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ സാഗറിൻ്റെ മനസ്സിൽ ഇപ്പോൾ കൺമണിക്ക് വലിയൊരു സ്ഥാനമായില്ലേ ഇപ്പോൾ. നീ അങ്ങനത്തെ സ്ഥാനത്ത് കയറി പറ്റാനായിട്ട് നോക്ക്, എന്നാലല്ലേ കാര്യമുള്ളൂ. നീ ഒന്നും മിണ്ടാണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല. എപ്പോഴും പറയുമല്ലോ സാഗർ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിനക്കൊരു സ്നേഹമില്ല എന്ന് അവൻ മനസ്സിലാക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ കൺമണിയുടെ ദേഹത്തേക്ക് തന്നെ കൃഷ്ണനെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് അവൻ ശ്രമിക്കുള്ളൂ എന്ന് പറയുന്നു. അതിനുള്ള അവസരം നീ ആയിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ കൺമണിയും അതുപോലെ കൃഷ്ണയും ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ സാർ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കൺമണി നിനക്ക് ഒരുപാട് വേദനിച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല കൺമണി, എനിക്ക് ജീവിക്കാൻ തന്നെ സാധിക്കില്ല നീ ഇല്ലാതെ എന്ന് പറയുന്നു. സർ ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത്? സാഗർ സാർ ഒന്ന് പുറത്തിറങ്ങട്ടെ, അച്ഛൻ ഇറങ്ങിക്കോട്ടെ, പക്ഷേ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് നിന്നോട്, എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതിന്. എന്നോട് മാത്രമല്ല സർ നന്ദി പറയേണ്ടത്, ഭാഗ്യശ്രീയോടാണ് എന്ന് പറയുമ്പോഴത്തേനും ദേഷ്യം വരാം കേട്ടോ. ആ ഭാഗ്യശ്രീ അത് ആ ദുഷ്ടന്മാരുടെ മകളല്ലേ, പിന്നെ എങ്ങനെ അവൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും എന്ന് പറയുന്നു. ആ ഒരു ദുഷ്ടതയുടെ ഒരു മനസ്സ് അവൾക്കും ഉണ്ടാവും, അല്ലാതെ ഇപ്പം എങ്ങോട്ട് പോകാനാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർ, സാറിനത് ദേഷ്യപ്പെടുമെന്ന് അറിയില്ല. ബലരാമനും സാഗർ സാറിൻ്റെയും സുജാത മേഡത്തിൻ്റെയും മകനാണ്. അദ്ദേഹത്തിനപ്പോൾ നല്ല ഗുണങ്ങളുണ്ടാവില്ലേ സാർ എന്ന് പറയുന്നു. അവൻ്റെ പേര് ഉച്ചരിക്കരുത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ ഏട്ടനല്ല. പിന്നെന്താണ് കൺമണി, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട, എനിക്കത് കേൾക്കുക വേണ്ട എന്ന് പറയുന്നു. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് സാർ, ഇത് മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. കൃഷ്ണ അപ്പോൾ ദേഷ്യം വരിക കേട്ടോ. പിന്നീട് അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ദക്ഷ മേഡത്തെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, മേഡത്തോടൊന്നും പറഞ്ഞില്ല ഞാൻ, താങ്ക് യു എന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ദക്ഷ ഫോൺ എടുക്കുന്നുണ്ട്. ആ കൺമണി എന്താ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ? കോളേജിലെ ഒരു പരിചയത്തിൻ്റെ മേൽ എനിക്ക് ഇത്രമേൽ സഹായം ചെയ്തു തന്നില്ലേ, ഇതിൽ കൂടുതൽ എന്ത് സഹായമാണ് വേണ്ടത്? നന്ദിയാണ്, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. കൺമണി നീ നന്ദിയൊന്നും പറയണ്ട, ഞാനൊക്കെ കൺമണിയെ പോലെ ആകാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സൂപ്പർ കൺമണിയല്ലേ നീ, മാത്രമല്ല നിനക്ക് ചിലപ്പോൾ IPS IAS ഒക്കെ എടുക്കാൻ സാധിക്കും, പക്ഷെ നിന്നെപ്പോലെ ഒരു കലാകാരി ആവാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആ നമ്മുടെ ഭാഗ്യശ്രീയുടെ കാര്യം എന്തായി ദക്ഷയെന്ന് ചോദിക്കുമ്പോൾ അവൾ സേഫായിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, അവളെ ഒരു കുഴപ്പമില്ല കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ജയിലിലാക്കിയിട്ടുണ്ട്, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോണില്ല. പിന്നെ കൃഷ് ഉണ്ടോ അവിടെയും ചോദിക്കുന്നുണ്ട്. ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും എന്തോ ഒരു സംതിങ് റോങ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കത് മനസ്സിലായി, രണ്ടാളുടെ മനസ്സിൽ എന്തോ ഒരു ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവം ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ലപോലെ മനസ്സിലായി എന്നൊക്കെ പറയുന്നു. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, രണ്ടുപേരും നല്ല മാച്ചാണെന്ന രീതിയിലൊക്കെ നമ്മുടെ ദക്ഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണിക്ക് ചിരി വരുന്നുണ്ട്. ക്രഷാണെങ്കിലോ അത് കേൾക്കുന്നുമുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് ചോദിക്കുന്നുണ്ട്, ദക്ഷ എന്താണ് പറഞ്ഞത്? എനിക്ക് കുറച്ച് കേൾക്കണം കൺമണി എന്ന് പറയുന്നുണ്ട്. ദക്ഷ എന്ത് പറയാനാ, ഞാൻ കേട്ടു കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച്, അവൾ നല്ല രീതിയിലല്ലേ പറഞ്ഞത്. മാത്രമല്ല നമ്മൾ തമ്മിലാണ് ഒന്നാവേണ്ടത്, അവൾക്ക് വരെ അറിയാം. എന്നിട്ടാണ് അപ്പോൾ നീ എന്നോട് ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ പൊന്ന് കൺമണിയല്ലേ, ഇനി പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാഗർ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു കേട്ടോ. നീ എന്ത് ഈ ആലോചിക്കുന്നത്? അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ വിട്ടേക്ക്, അച്ഛൻ ഒരു സുഖമായിട്ട് വരട്ടെ, അച്ഛൻ തന്നെ സമ്മതിക്കും നമ്മുടെ വിവാഹത്തിനെന്ന് പറയുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയും കൃഷും ഒരുമിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ
തോളോട് തോള് ചേർന്നിരിക്കുന്ന സമയത്ത് തന്നെ മാനസ അങ്ങോട്ട് വരുന്നു. മാനസ കൃഷ് എന്ന് പറഞ്ഞിട്ട് വരുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണി എണീക്കുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ അങ്ങോട്ട് മാറുമ്പോഴേക്കും തുടങ്ങിയോ ഇവളെ വിളിച്ച് കയറ്റാനായിട്ട്? ഇവിടെ നടന്നിട്ടുള്ളത് ഒരു നാടകമല്ലേ എന്ന് പറയുന്നു. ആണെങ്കിൽ നിനക്കെന്താ, അങ്ങനെയെങ്കിലും അങ്ങനെ വിചാരിച്ചോ. എന്നെ അവിടെ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ ഇതാണല്ലോ പ്രശ്നം. നീ ഇവിടെ കിടന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ നീ എന്നോട് പോയി കിടക്കാൻ പറഞ്ഞു. പിന്നെ അങ്കിളിനോട് ഇത്ര സ്നേഹമാണെങ്കിൽ നീ പോവരുതായിരുന്നു, ഇവിടെ നിൽക്കണമായിരുന്നല്ലോ, നീ നിന്നില്ലല്ലോ. നിന്നോട് എന്ത് പറയാനാന്ന് പറയുന്നു. അപ്പോൾ കൺമണിയോട് ചെന്ന് പറയുന്നുണ്ട്, കൺമണി നീ എന്താ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? എന്നോട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് നീ ഇവിടുന്ന് മടങ്ങിയല്ലോ. ഇപ്പോഴോ ഇപ്പം എന്തായിടി കാര്യങ്ങളൊക്കെ? പിന്നെയും നീ ഇങ്ങോട്ട് തന്നെ വന്നല്ലോ. ഞങ്ങളുടെ ഫാമിലിയിലെ പ്രശ്നങ്ങൾക്ക് നീ എന്തിനാ വെറുതെ വന്നുകൊണ്ടിരിക്കുന്നത് കൺമണി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു കേട്ടോ. അപ്പോൾ അവ കൺമണിക്ക് വിഷമാവുന്നുണ്ട്. മനസ്സാ നീ ഒതുങ്ങി നിന്നോന്ന് കൃഷി വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ സാഗറിനെയാണ് കാണിക്കുന്നത്. സുജുവിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. സാഗർ ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരികയാണോ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുന്നു. സുജു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറയുക ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്ററോട് ചോദിച്ചു നോക്കുമെന്ന് പറയുന്നു. അപ്പോൾ സിസ്റ്റർ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ഇപ്പം സാറിന് കുഴപ്പമൊന്നുമില്ല, ആ കുട്ടി വന്നതോടെ രക്ഷപ്പെട്ടു. ഏത് കുട്ടിയുടെ കാര്യം സാഗർ പറയുന്നത് പറയുമ്പോൾ കൺമണി എന്തായാലും കൂടുതൽ സംസാരിക്കേണ്ട, നാളെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം പത്രത്തിൽ ആ ഒരു ന്യൂസ് വരുന്നു കേട്ടോ. അതായത് അവിടെ അലിക്കയിലെ ചെയർമാനെ രക്ഷിച്ചത് കൺമണി എന്നൊരു സ്റ്റാഫാണ്, അവിടെ ഡിസൈനറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന നമ്മുടെ ഗൂഗിളിന് സന്തോഷമാവുന്നുണ്ട്. അമ്മേ, അച്ചച്ച, അമ്മായിമാരെ എന്നൊക്കെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ധനലക്ഷ്മി ആ വാർത്ത കേൾക്കുമ്പോഴത്തേനും ഞെട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരും സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ കൺമണിയെ കൊണ്ട് എങ്ങനെയൊക്കെ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അച്ഛനൊക്കെ സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂനല്ലേ കൺമണി, ഇപ്പോൾ എന്തായി, ഇപ്പോൾ അവൾ നല്ലൊരു ഇതിലെത്തിയല്ലോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇയാളെ രക്ഷിക്കാനൊക്കെ അവൾക്ക് സാധിച്ചോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവൾ എൻ്റെ നാത്തൂനാണെങ്കിൽ ഞാനാണ് അവളുടെ കാരാട്ടയും അതുപോലെ തന്നെ കളരിയൊക്കെ പഠിപ്പിച്ചത്, അവൾ എൻ്റെ ശിഷ്യയാണ്, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നു കേട്ടോ. അപ്പോഴത്തേനും അച്ഛൻ പറയുന്നുണ്ട്, അവൾ കാരണം നമുക്കൊക്കെ ഇപ്പോൾ സന്തോഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു സ്വീകരണം കൊടുക്കണമെന്ന് അമ്മായിമാർ പറയുമ്പോഴത്തേനും ഗോകുൽ പറയുന്നുണ്ട്, നമ്മളെ സ്വീകരണമൊക്കെ നിൽക്കാൻ അപ്പയ്ക്ക് സമയമുണ്ടോ എന്തോ, ഇവിടെ നാട് നീളം സ്വീകരണം തന്നെ ആയിരിക്കില്ല ഇപ്പോൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കൂടെ വിഘ്നേശ്വരനുണ്ട്, എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ കൺമണി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നഴ്സുമാർ അങ്ങോട്ട് വരുന്നുണ്ട്. രാവിലത്തെ ന്യൂസൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ, നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. പിന്നെയും കൃഷി കിടന്നുറങ്ങുമ്പോൾ കൺമണി അവിടെ ഇരിക്കുന്നുണ്ട് വിഷമത്തോടു കൂടി. അങ്ങനെ സുജു വരുന്നുണ്ട്. മോളെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കൺമണിയെ ആദ്യം കൈയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാവരും വരുന്നുണ്ട്, ആൻറ്റിയമ്മ, ഹേമ, മാനസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ കൺമണി അങ്ങോട്ട് മാറി നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് എന്തായി കൃഷി കാര്യങ്ങൾ? അനിയൻ പറയുന്നുണ്ട്, എനിക്ക് അനിയൻ കൂട്ടനെ ഒന്ന് കാണാം, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാം, എല്ലാവരും അങ്ങോട്ട് കയറ്റി വിടില്ല, കുറച്ച് പേർക്ക് എന്നാ പറയുന്നുണ്ട് ഹേമ, മാനസി, ഞങ്ങളിവിടെ പുറത്തെത്തിക്കാം, നിങ്ങളെന്തായാലും പോയി ഒന്ന് കണ്ടിട്ട് വായെന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മയും സുജുവിനെയും അതുപോലെ തന്നെ കൃഷി കൊണ്ടുപോകട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണി അവിടെ വേറെ നിൽക്കുന്ന സമയത്ത് ഹേമ വരുന്നുണ്ട്. ഹേമയും മാനസയും വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ വേയിച്ചു എന്ന് വിചാരിക്കേണ്ട, നീ എന്താണ് ഇങ്ങനെ ഓരോ കാണിച്ചു കൂട്ടിയിട്ട് എൻ്റെ മോളുടെ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് നോക്കുകയല്ലേ? നിനക്ക് എത്രയും ധൈര്യമുണ്ടോ ആ ഫാമിലിയിൽ വന്ന് പെടാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ പ്രണികളാണ് നീ ഒപ്പിച്ച് വെക്കുന്നതെന്നൊക്കെ കൺമണിയെ തകർത്തുകൊണ്ടാട്ടോ ഹേമയുടെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ.